ഹായ് എവരി വൺ, വെൽക്കം ടു അഡ്രിനാലിൻ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലങ്സാണ്. ലങ്സ് സ്പോട്ടിങ്ങിലാണെങ്കിലും തിയറിക്കാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സൈഡ് ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ നമുക്ക് തിരിഞ്ഞു പോകുന്നൊരു കാര്യമാണ്. അതുപോലെ ഡിസ്കഷനിലും ലങ്സ് ചോദിക്കാം. ഓക്കെ, നമുക്ക് ലങ്സ് നോക്കാം. അപ്പോൾ ലങ്സ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്ത് അപ്പെക്സ് പറയുന്നുണ്ട്, ബേസ് ഒക്കെ പറയുന്നുണ്ട്, ബോർഡറും സർഫസും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൂർത്തിരിക്കുന്ന ഭാഗമാണ് അപ്പെക്സ്. ആൻഡ് ബേസ് താഴെ വരും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയഫ്രമാറ്റിക് സർഫസ്. കാരണം എന്താണ്, ഈ ഡയഫ്രത്തിൻ്റെ മുകളിലായിട്ടാണ് ആ സർഫസ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയഫ്രമാറ്റിക് സർഫസ്. ഇനി ബോർഡേഴ്സൊക്കെ നോക്കും. ഈ ബോർഡറൊക്കെ നമുക്ക് സൈഡ് ഡിറ്റർമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ബോർഡറാണുള്ളത്: ആൻറ്റീരിയർ ബോർഡർ, പോസ്റ്റീരിയർ ബോർഡർ ആൻഡ് ഇൻഫീരിയർ ബോർഡർ. സോ ആൻറ്റീരിയർ ബോർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് തിൻ ആൻഡ് ഷോർട്ടർ ദാൻ ദ പോസ്റ്റീരിയർ ബോർഡർ. ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. While the posterior border is thick and rounded, and the anterior border of the right lung is vertical. റൈറ്റ് ലങ്ങിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, പക്ഷേ ലെഫ്റ്റ് ലങ്ങിൽ ഒരു കാർഡിയാക് നോച്ച് ഉണ്ടാവും. സോ അത് ഇൻറപ്റ്റഡ് ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കില്ല. ഈ കാർഡിയാക് നോച്ചിൻ്റെ താഴെയായിട്ട് ടങ് ഷേപ്ഡ് പ്രൊജക്ഷൻ കാണാം, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ലിംഗുല. സോ നമ്മുടെ റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇറ്റ് ഈസ് തിൻ ആൻഡ് ദ ആൻറ്റീരിയർ ബോർഡർ ഇസ് തിൻ ആൻഡ് ഷോർട്ടർ, ആൻഡ് the anterior border of the right lung is vertical, but the anterior border of the left lung represents a wide cardiac notch, and below it there is lingula, a tongue shaped projection. So next one is posterior border. It is more thick and rounded. It extends from the spine of C7 vertebra to the spine of T10 vertebra. And next, inferior border, it is semilunar in shape and separates the costal and mediastinal surface. 2 സർഫസ് ആണ് നമ്മുടെ ലങ്ങിനുള്ളത്. ഒന്ന് കോസ്റ്റൽ സർഫസ്, ദാറ്റ് ഈസ് റിബ്സ് ഒക്കെ വന്ന് പാസ് ചെയ്യുന്ന കോസ്റ്റൽ സർഫസും, ആൻഡ് മീഡിയൽ സർഫസ് എന്ന് പറയുമ്പം നടുക്ക് മീഡിയാസ്റ്റിനത്തെ ഫേസ് ചെയ്തിരിക്കുന്ന സർഫസ്. സോ ആ 2 സർഫസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇൻഫീരിയർ ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സർഫസ് നോക്കാം. സർഫസ് 2 സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു, കോസ്റ്റൽ ആൻഡ് മീഡിയാസ്റ്റീനൽ സർഫസ്. സോ കോസ്റ്റൽ സർഫസ് ഇറ്റ് ഈസ് ലാർജ്, സ്മൂത്ത് ആൻഡ് കോൺവെക്സ് ഷേപ്ഡ് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ കോസ്റ്റൽ പ്ലൂറ ആൻഡ് ദ എൻഡോതൊറാസിക് ഫേഷ്യ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നമുക്ക് ലങ് ഇമാജിൻ ചെയ്യുമ്പോൾ ആ കർവ്ഡ് ആയിട്ടുള്ള കോൺവെക്സ് സൈഡാണ് കോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ലാറ്ററൽ തൊറാസിക് വാൾ. അവിടെ എന്തൊക്കെ ഉണ്ടാവും, റിബ്സിൻ്റെ ഇംപ്രഷൻസ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ആൻഡ് അപ്പർ 6 റിബ്സ് നമുക്ക് മിഡ് ക്ലാവിക്കുലാർ ലൈനിൽ അപ്പർ 6 റിബ്സ് കാണാം. മിഡ് ആക്സിലറി ആകുമ്പം അപ്പർ 8, ആൻഡ് മിഡ് സ്കാപ്പുലാർ ലൈനിലാകുമ്പോൾ അപ്പർ 10 റിബ്സും കാണാൻ പറ്റും. 6, 8, 10 റിബ്സ് ആയിട്ട് മിഡ് ക്ലാവിക്കുലാർ, മിഡ് ആക്സിലറി ആൻഡ് സ്കാപ്പുലാർ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോസ്റ്റൽ സർഫസ് എന്ന് പറയുമ്പോൾ ലാർജ്, സ്മൂത്ത്, കോൺവെക്സ് സർഫസ് ആണ്. അവിടെ കോസ്റ്റൽ പ്ലൂറയും എൻഡോതൊറാസിക് ഫേഷ്യയും കാണാൻ പറ്റും, ആൻഡ് ഇംപ്രഷൻസ് ഓഫ് ദി റിബ്സ്. ആ റിബ്സിൻ്റെ ഓർഡർ 6, 8, 10, മിഡ് ക്ലാവിക്കുലാർ, മിഡ് ആക്സിലറി ആൻഡ് സ്കാപ്പുലാർ ലൈൻ. നെക്സ്റ്റ് വൺ ഈസ് മീഡിയൽ സർഫസ്. മീഡിയൽ സർഫസിനെ തന്നെ, മീഡിയൽ എന്ന് പറയുമ്പോൾ അറിയാലോ, നടുക്കുള്ളത്, അതായത് 2 ലങ്സിനും ഫേസ് ടു ഫേസ് ഇരിക്കില്ലേ, ആ പോർഷനാണ് മീഡിയൽ സർഫസ്. അപ്പോൾ ഈ മീഡിയൽ സർഫസ് തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്മോൾ പോസ്റ്റീരിയർ പാർട്ട് ഈസ് ദ വെർട്ടിബ്രൽ പാർട്ട്, ആൻഡ് ദ ലാർജ് ആൻറ്റീരിയർ പാർട്ട് ഈസ് ദി മീഡിയാസ്റ്റീനൽ പാർട്ട്. അതായത് ആൻറ്റീരിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു ലാർജ് പാർട്ടാണ് മീഡിയാസ്റ്റീനൽ പാർട്ട്. വെർട്ടിബ്രൽ പാർട്ട് എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും, മോർ ടു ദ പോസ്റ്റീരിയർ സൈഡ്. ഓക്കെ, ദെൻ വെർട്ടിബ്രൽ പാർട്ട് ഈസ് റിലേറ്റഡ് ടു ദി വെർട്ടിബ്രൽ കോളം, പോസ്റ്റീരിയർ ഇന്റർകോസ്റ്റൽ വെസൽസ്, ആൻഡ് ഗ്രേറ്റർ ആൻഡ് ലെസർ സ്പാങ്കിനിക് നെർവ്സ്. ഇത് ഇത്രയാണ് വെർട്ടിബ്രൽ പാർട്ടിൻ്റെ റിലേഷൻസ്. നെക്സ്റ്റ് മീഡിയാസ്റ്റീനൽ പാർട്ട് എന്ന് പറയുമ്പം ബേസിക്കലി ഹൈലമാണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദ ലങ് ആണ് നമുക്ക് മീഡിയാസ്റ്റീനൽ പാർട്ടിൽ കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീഡിയാസ്റ്റീനൽ സ്ട്രക്ചേഴ്സ്, അതായത് നമ്മുടെ മീഡിയാസ്റ്റീനത്തിലുള്ള ഹേർട്ടും ഗ്രേറ്റർ ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ ആയിരിക്കും ഇതിൻ്റെ റിലേഷൻസിൽ വരുന്നത്. സോ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സർഫസ് ഓഫ് ദ മീഡിയാസ്റ്റീനൽ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്.
The relations of the mediastinal surface of the two lungs differ because the structures forming the right and left surface of the mediastinum differ. അതായത് നമ്മുടെ ഇപ്പോൾ മീഡിയസ്റ്റിനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലാണ് ഹാർട്ട് ഇരിക്കുന്നത് ആൻഡ് റൈറ്റ് സൈഡിൽ ഹാർട്ട് അങ്ങനെയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മീഡിയസ്റ്റിനെ നമുക്ക് നടുക്ക് വെച്ച് മുറിക്കുകയാണെങ്കിൽ റൈറ്റും ലെഫ്റ്റും സിമെട്രിക്കലാണ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മീഡിയസ്റ്റിനൽ സർഫസ് ഓഫ് ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്ങിൻ്റെ റിലേഷൻസ് നോക്കുമ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡും ഡിഫറെൻ്റ് ആണ് അല്ലേ. രണ്ടും ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഇല്ല. ഇത് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത് റൈറ്റ് ലങ്ങും രണ്ടാമത്തേത് ലെഫ്റ്റ് ലങ്ങാണ്. അപ്പോൾ ആദ്യത്തെ നോക്കുമ്പോൾ അയോർട്ട കാണുന്നില്ല, ലെഫ്റ്റിൽ നോക്കുമ്പോൾ അയോർട്ട കാണുന്നുണ്ട്. അതുപോലെ റൈറ്റിൽ നമുക്ക് റൈറ്റ് ഏട്രിയം കാണാൻ പറ്റും, ഇൻഫീരിയർ വീനക്കാവ കാണാം, സുപ്പീരിയർ വീനക്കാവ കാണാം. പക്ഷെ ലെഫ്റ്റിൽ നോക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ കാണുന്നത്, കാർഡിയാക് നോച്ച് കാണാം. അവിടെ റൈറ്റ് ഏട്രിയത്തിന് പകരം ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, അയോർട്ടയില്ല. സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും അയോർട്ടയാണ് കാണുന്നത്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ കാണുന്നില്ല. അതുപോലെ പല സ്ട്രക്ചേഴ്സിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ഈ ഫിഗേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഫിഗർ വരയ്ക്കാൻ മീഡിയസ്റ്റിനൽ സർഫസ് ഓഫ് ദ റൈറ്റ് ലങ് അല്ലെങ്കിൽ മീഡിയസ്റ്റിനൽ സർഫസ് ഓഫ് ദ ലെഫ്റ്റ് ലങ് വരയ്ക്കാൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. സോ നമുക്ക് വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ സ്ട്രക്ചേഴ്സ് ഫോമിങ് ദ റൈറ്റ് സർഫസ് ഓഫ് ദി മീഡിയസ്റ്റിനം. റൈറ്റ് ലങ്ങിൻ്റെ മീഡിയസ്റ്റിനത്തിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, റൈറ്റ് മീഡിയസ്റ്റിനൽ സർഫസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ദി റൈറ്റ് ഏട്രിയം. മെയിനായിട്ട് നമ്മൾ കാണുന്നത് റൈറ്റ് ഏട്രിയാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, റൈറ്റ് ഏട്രിയം കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് above the right atrium are present superior vena cava and the right brachiocephalic vein. സോ റൈറ്റ് ഏട്രിയത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് സുപ്പീരിയർ വീനക്കാവയും കാണാൻ പറ്റും, അതുപോലെ റൈറ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ കാണാൻ പറ്റും. ഈ സ്ട്രക്ചേഴ്സിന് ബിഹൈൻഡ് ആയിട്ട് ട്രക്കിയയും ഈസോഫാഗസും കാണാം. സോ ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ കാണാൻ പറ്റും. തസേഗസ് വെയിൻ, എ വീനസ് channel runs upwards along the side of the vertebral column and arches above the root of the right lung to terminate in the superior vena cava. So superior vena cava terminate ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസേഗസ് വെയിൻ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് 3 ന്യൂറൽ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഒന്നാമത്തത് ദ ആർച്ച് ഓഫ് ദ അസേഗസ് വെയിൻ വന്ന് സുപ്പീരിയർ വെയിനൊക്കെ അവരെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ. സോ അസേഗസ് വെയിനെയും കണ്ടു. ഇനി നമ്മൾ പറയുന്നത് 3 ന്യൂറൽ സ്ട്രക്ചേഴ്സ് ആണുള്ളത്. റൈറ്റ് ഫ്രെനിക് നെർവ് ഉണ്ട്, പിന്നെ റൈറ്റ് വാഗസ് നെർവ് ഉണ്ട്, പിന്നെ ഉള്ളത് സിമ്പത്തറ്റിക് ചെയിൻ. അത് ഫിഗറിലായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. സോ എന്തൊക്കെയാണുള്ളത്, ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് റൈറ്റ് ഏട്രിയം ഉണ്ടെന്ന് പറഞ്ഞു, ദെൻ സുപ്പീരിയർ വെന കവ ആൻഡ് റൈറ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ. അതിന് ഈ സ്ട്രക്ചേഴ്സിന് ബിഹൈൻഡായിട്ട് ട്രക്കിയയും ഈസോഫാഗസും വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. ട്രക്കിയ ആൻഡ് ഈസോഫാഗസ് ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് അസേഗസ് വെയിൻ വന്നിട്ട് നമ്മുടെ സുപ്പീരിയർ വെന കവയിലോട്ട് ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ ഇത് എവിടെയാണ് അസേഗസ് വെയിൻ എവിടെയാണ് കാണുന്നത്, നമ്മുടെ റൂട്ട് ഓഫ് ദ ലങ്ങിന് മുകളിൽ കൂടെ ആർച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ആർച്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ 3 ന്യൂറൽ സ്ട്രക്ചേഴ്സ്, റൈറ്റ് ഫ്രെനിക്, റൈറ്റ് വാഗസ് ആൻഡ് റൈറ്റ് സിമ്പത്തറ്റിക് ചെയിൻ. സോ ഈസോഫാഗസ് പറയണം, ട്രക്കിയ പറയണം, റൈറ്റ് വാഗസ് നെർവ് പറയണം, റൈറ്റ് ഫ്രെനിക് നെർവ്, റൈറ്റ് സിമ്പത്തറ്റിക് ചെയിൻ, ദെൻ റൈറ്റ് ഏട്രിയം, ഇൻഫീരിയർ വെനക്കാവയും സുപ്പീരിയർ വെനക്കാവയും നമുക്ക് പറയാം. സോ ഈ ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ ആർച്ച് ഓഫ് ദ അസേഗസ് വെയിൻ അത് മറക്കരുത്. റൂട്ട് ഓഫ് ദ ലങ്
അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദി റൈറ്റ് ലങ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും മാർക്ക് ചെയ്തിരിക്കണം. എഴുതേണ്ട കാര്യങ്ങളും ഇത്രയാണ് ഓർത്ത് വെച്ചേക്കുക. സോ നെക്സ്റ്റ് സ്ട്രക്ചേഴ്സ് ഫോമിങ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മീഡിയാസ്റ്റിനം അല്ലെങ്കിൽ മീഡിയാസ്റ്റിനൽ സർഫസ് ഓഫ് ദി ലെഫ്റ്റ് ലങ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഒന്നാമത്തത് അവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റൈറ്റ് ഏട്രിയം ആണ് പറഞ്ഞത്. ഇവിടെ അതുകൊണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ. So left ventricle. Next the aorta, left ventricle and the aorta are the main structures forming the left surface of the mediastinum. So on the left ventricle and the next one is left ventricle and the aorta. പിങ്ക് കളർ കൊടുത്തേക്കുന്നതാണ് അയോർട്ട അസെൻസ് അറ്റ് ഫസ്റ്റ് ആൻഡ് ആർച്ചസ് ഓവർ ദ റൂട്ട് ഓഫ് ദ ലങ്. അപ്പോൾ അയോർട്ട പറഞ്ഞു, പിന്നെ അയോർട്ട ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതിങ്ങനെ ആർച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കണം. മൂന്നാമതായിട്ട് 3 ഗ്രേറ്റ് വെസൽസ്, അതായത് ആർച്ച് ഓഫ് അയോർട്ടയിൽ നിന്നും ബ്രാഞ്ച് ചെയ്ത് പോകുന്ന ബ്രാക്കിയോസെഫാലിക് ട്രങ്ക്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനുമാണ് അവിടെ കാണിച്ചേക്കുന്നത്. സോ ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറിയും ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി എഴുതാം, പിന്നെ ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റേസസ് ഫ്രം ദി ആർച്ച് ഓഫ് ദി അയോർട്ട ആൻഡ് അസെൻസ് അപ് ടു ദ റൂട്ട് ഓഫ് ദി നെക്ക്. അത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറിയാണ് കേട്ടോ. അപ്പം ആർച്ച് ഓഫ് അയോർട്ടയിൽ നിന്ന് അസെൻഡ് ചെയ്യുന്ന ബ്രാക്കിയോസെഫാലിക് ട്രങ്ക്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി കാണാം. പിന്നെ ഈസോഫാഗസ് കാണാം. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ട്രക്കിയും എഴുതാം. ദെൻ 3 ന്യൂറൽ സ്ട്രക്ചേഴ്സ് അവിടെ പറഞ്ഞാൽ റൈറ്റ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഫ്രെനിക് നെർവ്, ലെഫ്റ്റ് വാഗസ് നെർവ്, ലെഫ്റ്റ് സിമ്പത്തറ്റിക് ചെയിൻ. അപ്പോൾ എന്തൊക്കെയാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളും അയോർട്ടയും. അയോർട്ട മുകളിൽ ലങ്ങിൻ്റെ റൂട്ടിൻ്റെ മുകളിലായിട്ട് ആർച്ച് ചെയ്യുന്നു. അതിൽ നിന്നും ബ്രാക്കിയോസെഫാലിക് ട്രങ്ക്, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി വരുന്നു. പിന്നെ ഈസോഫാഗസും ട്രക്കിയും പറയാം, 3 ന്യൂറൽ സ്ട്രക്ചേഴ്സും പറയും. സോ ഫിഗർ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഈ ഹൈലത്തിലെ എങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദി ലങ്ങിൽ എങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതും ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. സോ arrangement of structures in the root of the lung is as follows. From before backwards, അതായത് നമ്മുടെ ആൻറ്ററോ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ പറയുമ്പോൾ ആദ്യമേ പൾമണറി വെയിന്, പൾമണറി ആർട്ടറി, ബ്രോങ്കസ്, അങ്ങനെയാണിത് ലങ്സിൻ്റെ സർഫസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ആൻറ്ററോ പോസ്റ്റീരിയർലി നോക്കുമ്പോൾ അത് രണ്ട് ലങ്ങിലും ഏകദേശം സിമിലറാണ്. വാബ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. പൾമണറി വെയിൻ, പൾമണറി ആർട്ടറി ആൻഡ് ബ്രോങ്കസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്രം എബവ് ഡൗൺവേർഡ്സ്, മുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന രീതിയാണ് ഏറ്റവും കൂടുതൽ. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ദ 2 സൈഡ്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു നിമോണിക്കാണ്. ആർ ബ്രാഹ്മൺസ് വെജിറ്റേറിയൻസ് ആൻഡ് ബ്രാഹ്മൺസ് ആർ വെജിറ്റേറിയൻസ്. സോ റൈറ്റ് ലങ് നമ്മൾ നോക്കുമ്പോൾ Brahmins are vegetarians. B for bronchus, Brahmins are vegetarians. B for bronchus, A for pulmonary artery and V for pulmonary vein. സോ ആദ്യമേ വരുന്നത് ബ്രോങ്കസ് ആയിരിക്കും. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ 2 ബ്രോങ്കസ് ആണ് ഉള്ളത്. എപ്പാർട്ടീരിയൽ ബ്രോങ്കസ് ആൻഡ് ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ്. അപ്പോൾ എപ്പാർട്ടീരിയൽ എന്ന് പറയുമ്പോൾ മുകളിൽ വരുന്നതായിരിക്കും, ഹൈപ്പാർട്ടീരിയൽ താഴെ വരുന്നതായിരിക്കും. സോ ബ്രോങ്കസ് എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ഏതാ എഴുതേണ്ടത്? എപ്പാർട്ടീരിയൽ ബ്രോങ്കസ്. സോ ബ്രോങ്കസ് ആർ പറയുമ്പോൾ പൾമണറി ആർട്ടറി. ദെൻ അഗെയിൻ നമ്മൾ അടുത്ത ബ്രോങ്കസ് ഇടും, ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ്. ലാസ്റ്റ് വൺ വി, ഇൻഫീരിയർ പൾമണറി വെയിൻ. ഓക്കെ, സോ എപ്പാർട്ടീരിയൽ ബ്രോങ്കസ്, പൾമണറി ആർട്ടറി, ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ് ആൻഡ് ഇൻഫീരിയർ പൾമണറി വെയിൻ. ദാറ്റ് ഈസ് ബ്രാഹ്മൺസ് ആർ വെജിറ്റേറിയൻസ്. റൈറ്റ് സൈഡിൽ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. സോ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. ആർ ബ്രാഹ്മൺസ് വെജിറ്റേറിയൻസ്? ഇതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചോദിക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻ ആണ്. സോ ആർ എന്ന് പറയുമ്പോൾ പൾമണറി ആർട്ടറി, ബ്രോങ്കസ്, ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ്,
ആൻഡ് വി ഫോർ ഇൻഫീരിയർ പൾമണറി വെയിൻ. ഇവിടെ രണ്ട് പറയാനുള്ള കാര്യം, റൈറ്റ് പ്രിൻസിപ്പൽ വെയിൻ, അതായത് പ്രിൻസിപ്പൽ ബ്രോങ്കസ്, നമ്മുടെ ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, രണ്ട് പ്രിൻസിപ്പൽ ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിനകത്ത് റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് എന്ന് പറയുന്നത് വീണ്ടും രണ്ടായിട്ടുണ്ട്, എപ്പാർട്ടീരിയൽ ആൻഡ് ഹൈപ്പാർട്ടീരിയൽ. ഇവിടെ ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസേ ഉള്ളൂ, ആൻഡ് ലാസ്റ്റ് ഇൻഫീരിയർ പൾമണറി വെയിൻ. ഇത്രയാണുള്ളത്. സോ ബ്രാഹ്മൺസ് ആർ വെജിറ്റേറിയൻസ് ആൻഡ് ആർ ബ്രാഹ്മൺസ് വെജിറ്റേറിയൻസ്. ലെഫ്റ്റ് സൈഡിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ബ്രാഹ്മൺസ് ആർ വെജിറ്റേറിയൻസ് റൈറ്റ് സൈഡിലാണ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ രണ്ടെണ്ണമുണ്ട്, എപ്പാർട്ടീരിയൽ ആൻഡ് ഹൈപ്പാർട്ടീരിയൽ. അത് നിങ്ങൾ ഓർക്കുക, ആർട്ടറിയുടെ മുകളിൽ ആൻഡ് ആർട്ടറിയുടെ താഴെയായിട്ട് വരുന്ന രണ്ട് ബ്രോങ്കസ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഇത് ഓർത്ത് വെച്ചേക്കാം. ബ്രാഹ്മൺസ് ആർ വെജിറ്റേറിയൻസ് ആൻഡ് ആർ ബ്രാഹ്മൺസ് വെജിറ്റേറിയൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫിഗർ. സോ ആദ്യമേ നമുക്ക് റൈറ്റ് ലങ്ങിൽ നോക്കാം. റൈറ്റ് ലങ്ങിൽ ആദ്യമേ എന്താണ്, ബ്രാഹ്മൺസ് ആർ വെജിറ്റേറിയൻസ്. സോ എപ്പാർട്ടീരിയൽ ബ്രോങ്കസ്, ദെൻ പൾമണറി ആർട്ടറി, then hyparterial bronchus, then superior pulmonary veins and inferior pulmonary vein. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്, ആർ ബ്രാഹ്മൺസ് വെജിറ്റേറിയൻസ്. സോ ആദ്യമേ ലെഫ്റ്റ് പൾമണറി ആർട്ടറി, ദെൻ ബ്രോങ്കസ്, ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് ആണ് അടുത്തത്, ആൻഡ് ലാസ്റ്റ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പൾമണറി വെയിൻസ്. ഓപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ഫിഗറും വരച്ച് വെച്ചേക്കാം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബ്രോങ്കിൽ ട്രീ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു ട്രക്കെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ റെസ്പിറേറ്ററി ബ്രോങ്ക്യോൾസ് വരെയൊക്കെ എത്തി ആൽവിയോളെ വരെ എത്തുന്നത്. ജസ്റ്റ് എങ്കിലും ഞാൻ പറയാം. നമുക്ക് മെയിനായിട്ടുള്ളത് പ്രിൻസിപ്പൽ ബ്രോങ്കസ് ഉണ്ട്, ലോബാർ ബ്രോങ്കി ഉണ്ട്, ടെർമിനൽ ആൻഡ് റെസ്പിറേറ്ററി ബ്രോങ്ക്യോൾസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ ബ്രോങ്കി. നമ്മുടെ ട്രക്കെ ഡിവൈഡ് ലങ്സിൻ്റെ പുറത്ത് വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അറ്റ് ദ ലെവൽ ഓഫ് T4 വെർട്ടിബ്രേ ഇൻറ്റു 2 പ്രൈമറി ഓർ പ്രിൻസിപ്പൽ ബ്രോങ്കി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഓരോ ലങ്ങിനും, അതായത് റൈറ്റ് ലങ്ങിനായിട്ട് റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കി ആൻഡ് ലെഫ്റ്റ് ലങ്ങിനായിട്ട് ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കി. ഈ റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കി ഈസ് ഷോർട്ടർ, വൈഡർ ആൻഡ് മോർ വെർട്ടിക്കൽ. ഇറ്റ് ഈസ് അബൌട്ട് 1 inch. സൈസ് ഒന്നും വേണ്ട. ഇറ്റ്സ് ഷോർട്ടർ, വൈഡർ ആൻഡ് മോർ വെർട്ടിക്കൽ ആൻഡ് ലൈസ് മോർ ഓർ ലെസ് വിത്തിൻ ദ ട്രക്കിയ. അതായത് ഇപ്പോൾ ട്രക്കിയ ഇങ്ങനെയാണല്ലോ വരുന്നത്, എന്നിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയാൻ. ഇങ്ങനെ ട്രക്കിയ വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ ട്രക്കിയ ആയിട്ടായിരുന്നു പോകുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ 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 പോകുമായിരുന്നു. പക്ഷേ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റ് കുറച്ച് മാറിയും റൈറ്റ് കുറച്ച് ഓൾമോസ്റ്റ് ഇൻ ദ ലൈൻ ഓഫ് ട്രക്കി ആയിട്ടായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിഗർ ഉണ്ട്, ഫിഗർ കാട്ടി കണ്ടോ. ഇവിടെ ഇതാണ് റൈറ്റ് ബ്രോങ്കസ്. റൈറ്റ് ബ്രോങ്കസ് നമ്മുടെ ട്രക്കിയുടെ അതേ ലൈനിൽ ഏകദേശം ഒരു 25 ഡിഗ്രിയുടെ സെപ്പറേഷനേ ഉള്ളൂ. പക്ഷേ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 45 ഡിഗ്രിയുടെ അത്രയും സെപ്പറേഷൻ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സോ റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് ഈസ് ഷോർട്ടർ, വൈഡർ ആൻഡ് മോർ വെർട്ടിക്കൽ ആൻഡ് ലൈസ് മോർ ഓർ ലെസ് വിത്തിൻ ദ ട്രക്കിയ. ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നാരോ ആണ്, ലോങ്ങർ ആണ് ആൻഡ് മോർ ഹൊറിസോണ്ടൽ ദാൻ ദി റൈറ്റ്. റൈറ്റ് മോർ വെർട്ടിക്കലാണ്, ലെഫ്റ്റ് മോർ ഹൊറിസോണ്ടലാണ്. സോ ഇവിടെ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ വരുന്നത് ആസ്പിറേഷൻ ഓഫ് ഫോറിൻ ബോഡി ഇൻ ടു ദ റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ്. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറുന്നത് റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസിലേക്കാണ്, അതുവഴി റൈറ്റ് ലങ്ങിലേക്കും. അതുകൊണ്ട് ലങ് ആബ്സസ് ഒക്കേഴ്സ് മോർ കോമൺ ഇൻ ദ റൈറ്റ് ലങ്. സോ അതാണ് പറയുന്നത്. അതെന്താ റീസൺ എന്താണ്, നമ്മുടെ ട്രക്കിയുടെ ആ ഒരു ലെവലിൽ നിന്ന് ജസ്റ്റ് 25 ഡിഗ്രി മാത്രമേ റൈറ്റ് ബ്രോങ്കസ് മാറുന്നുള്ളൂ. പക്ഷേ ലെഫ്റ്റ് ബ്രോങ്കസ് അതേസമയം 45 ഡിഗ്രി ആംഗിളിലാണ് ഇരിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് ഫുഡ് അധികം കയറില്ല, കുറച്ച് ആംഗിൾ വ്യത്യാസമുള്ള റൈറ്റിലേക്കായിരിക്കും കയറുന്നത്. ദ ഇൻഹേൽഡ് ഫോറിൻ ബോഡീസ് യൂഷ്വലി എൻ്റർ ഇൻ ദ റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് ബിക്കോസ് ഇറ്റ് ഈസ് ഷോർട്ടർ, വൈഡർ ആൻഡ് ഇൻ ലൈൻ വിത്ത് ദ ട്രക്കിയ. സിൻസ് ദ ബ്രോങ്കസ് inhaled foreign particles tended to
enter in the right principal bronchus, hence in the right lung. അതുവഴി ഇത് റൈറ്റ് ലങ്ങിലേക്ക് കയറുന്നു. ലങ് ആബ്സസ് occurs more commonly in the right lung. അടുത്തത് അപ്പം നമ്മുടെ പ്രിൻസിപ്പൽ ബ്രോങ്കസ് ഓരോ ലങ്ങിലേക്കും കയറി കഴിഞ്ഞു. ലോബർ ബ്രോങ്കസ് ആണ്. അത് നമ്മുടെ റൈറ്റ് ലങ് 3 ആയിട്ടും ലെഫ്റ്റ് ലങ്ങിൽ 2 ലോബ് വീതം ഉണ്ടല്ലോ. അപ്പോൾ ഈ നമ്മുടെ പ്രിൻസിപ്പൽ ബ്രോങ്കസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലോബിലേക്കും ഓരോ ബ്രോങ്കൈ വീതം കയറ്റും. അങ്ങനെ ഓരോ ലോബിലേക്കും കയറുന്ന ബ്രോങ്കയിലാണ് നമ്മൾ ലോബർ ബ്രോങ്കി എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ലങ്ങിൽ 3 ലോബ് ഉള്ളത് കൊണ്ട് അവിടെ 3 ബ്രോങ്കയും, ലെഫ്റ്റ് ലങ്ങിൽ 2 ലോബേ ഉള്ളത് കൊണ്ട് അവിടെ 2 ലോബർ ബ്രോങ്കിയുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ആദ്യമേ നമ്മുടെ ട്രക്കിയ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രിൻസിപ്പൽ ബ്രോങ്കസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കൈ, അവിടെ നിന്ന് ഓരോ ലോബിലേക്കും കയറുമ്പോൾ ലോബർ ബ്രോങ്കൈ. ഇനി ടേർഷറി ഓർ സെഗ്മെൻ്റൽ ബ്രോങ്കൈ. നമ്മുടെ ഓരോ ലോബിനെയും ഓരോ സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലോബിൽ നിന്നും ഓരോ സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ അത് സെഗ്മെൻ്റൽ ബ്രോങ്കൈ ആയിട്ട് മാറും. Each lobar bronchi divides into segmental or tertiary bronchi, one for each bronchopulmonary segment. ഓരോ സെഗ്മെൻറ്റിലേക്കും ഓരോന്നാണ്. The segmental bronchi divide repeatedly to form very small bronchi called terminal bronchi. Terminal bronchioles gives off respiratory bronchioles which lack cartilage in their walls. Each respiratory bronchioles aerates a small portion of the lung called pulmonary unit, which is concerned with the gaseous exchange within the lung. അതായത് ഇപ്പോൾ ഓരോ സെഗ്മെൻറ്റിലേക്കും ഓരോ ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റിലേക്കും ഓരോ ബ്രോങ്കയായി പോയി. ഈ സെഗ്മെൻ്റൽ ബ്രോങ്കി വീണ്ടും ഡിവൈഡ് ചെയ്ത് ടെർമിനൽ ബ്രോങ്കിയോൾസ് ആകും. ആൻഡ് അറ്റ് ലാസ്റ്റ് ദേ ഗീവ് റൈസ് ടു റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസ് ആകും. ഈ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസിൻ്റെ പ്രത്യേകത അവർക്ക് കാർട്ടിലേജ് ഇല്ല. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഓരോ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾസും ലങ്ങിൻ്റെ കുറച്ച് പോർഷനെ എയറേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് പൾമണറി യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ട്രക്കിയ വന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ്. അവിടെ നിന്ന് അത് ഓരോ ലോബിലേക്ക് ഓരോ ബ്രോങ്കസിനെ കൊടുത്ത് ലോബർ ബ്രോങ്കൈ ആവുന്നു. ഇനി ലോബർ ബ്രോങ്കയിൽ ഓരോ ലോബിലെയും പല പല ബ്രോങ്കോ പൾമണറി സെഗ്മെൻ്റ് ഉണ്ടല്ലോ, അതിൽ ഓരോന്നിനും കൊടുക്കുമ്പോൾ അത് സെഗ്മെൻ്റൽ ബ്രോങ്കസ് ആവുന്നു. അത് ടെർമിനൽ ബ്രോങ്കിയോൾസ് അത് ടെർമിനൽ ബ്രോങ്കിയോൾ ആവുന്നു. റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ ആവുന്നു. അത് ഇന്ത്യൻ പൾമണറി യൂണിറ്റ്സ്. ഓക്കെ, പൾമണറി യൂണിറ്റ്സ് ഉള്ളതാണ് ഈ ആൽവിയോളർ ഡക്റ്റ്, ഏട്രിയം, ആൽവിയോളർ സാക്ക് ആൻഡ് ആൽവിയോളൈ. ഓക്കെ, അതാണ് റെസ്പിറേറ്ററി പോർഷൻ. ഇനി നമ്മൾ ലങ്സിൻ്റെ ആർട്ടീരിയൽ ആൻഡ് വീനസ് സപ്ലൈ ആണ്. ഏതൊക്കെ ആർട്ടറി ആയിരിക്കും ഉള്ളത്? ബ്രോങ്കിയൽ ആർട്ടറി ആൻഡ് പൾമണറി ആർട്ടറി. ബ്രോങ്കിയൽ ആർട്ടറി എന്താ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ലങ്സിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് ഈ ബ്രോങ്കിയൽ ആർട്ടറീസ് ആണ്. ഓക്കെ, പൾമണറി ആർട്ടറീസ് എന്തിനായിരിക്കും? ഡിയോക്സിജൻ ആർട്ടറി ബ്രിങ്സ് ബ്ലഡ് ഇൻ ടു ദി ഓർഗനാണ്. സോ അത് നമ്മുടെ ലങ്സിലേക്ക് എന്തിനാണ് ബ്ലഡ് കൊണ്ടുവരുന്നത്? ഓക്സിജനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആർട്ടറി കൊണ്ടുവരുന്ന ബ്ലഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. സോ ബ്രോങ്കിയൽ ആർട്ടറീസ് ഫോർ ദി നറിഷ്മെൻറ്റ് ഓഫ് the lung, and pulmonary arteries for the deoxygenation of the blood. So bronchial arteries supply nutrition to the bronchial tree and pulmonary tissue. The right lung is supplied by one bronchial artery, and which arises from the right third posterior intercostal artery or from the upper left bronchial artery. അപ്പോൾ എന്താ, റൈറ്റ് ലങ്ങിന് സിംഗിൾ ബ്രോങ്കിയൽ ആർട്ടറിയേ ഉള്ളൂ. ബട്ട് ലെഫ്റ്റ് ലങ്ങിന് 2 ബ്രോങ്കിയൽ ആർട്ടറി ഉണ്ട്. ലെഫ്റ്റ് ബ്രോങ്കിയൽ ആർട്ടറീസ് വരുന്നത് എവിടെ നിന്നാണ്? ഡിസെൻഡിങ് തൊറാസിക് അയോർട്ടയിൽ നിന്നാണ്. റൈറ്റ് ലങ്ങിൽ റൈറ്റ് ബ്രോങ്കിയൽ ആർട്ടറീസ് വരുന്നത് തേർഡ് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി അല്ലെങ്കിൽ അപ്പർ ലെഫ്റ്റ് ബ്രോങ്കിയൽ ആർട്ടറി എന്നാണ്. Okay, in pulmonary arteries supply deoxygenated blood into the lungs. There is one pulmonary artery for each lung. There are branches of pulmonary trunk. Okay, in venous drainage ഇതുപോലെ bronchial veins, pulmonary veins ആണ്. Bronchial veins drain the deoxygenated blood from the bronchial tree and pulmonary tissue. They are two
bronchial veins on each side. The right bronchial vein drains to esophagus vein and left into the hemiesophagus or left superior intercostal vein. Pulmonary vein drain oxygenated blood from the lungs. രണ്ട് പൾമണറി വെയിനാണ് ഓരോ സൈഡിലുള്ളത്. And the pulmonary veins do not accompany the pulmonary arteries. The tributaries of the pulmonary veins are intersegmental, while branches of pulmonary arteries are segmental in distribution. അപ്പോൾ ബ്രോങ്കിയൽ വെയിൻ എന്താണ്? നമ്മുടെ നറിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി ടിഷ്യൂസിൽ നിന്ന് ബ്രോങ്കിയൽ ട്രീന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ബ്രോങ്കിയൽ വെയിൻ. പൾമണറി വെയിൻ എന്താണ്? പൾമണറി ആർട്ടറി കൊണ്ടുവന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ലങ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് പൾമണറി വെയിൻ. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരയ്ക്കാനും പഠിക്കണം. ഓരോ പേരും ഓർത്ത് വെച്ചേക്കുക. ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ്സ്. ദീസ് ആർ സെഗ്മെൻറ്റ്സ് ആർ വെൽ ഡിഫൈൻഡ് wedge shaped sectors of the lung which are aerated by tertiary bronchi. അപ്പോൾ നമ്മുടെ റൈറ്റ് ലങ്, ഈ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ലെഫ്റ്റ് ലങ്ങിൻ്റെ കാര്യമാണ്. സോ ലെഫ്റ്റ് നോക്കാം. ലെഫ്റ്റ് ലങ്ങിൽ നമ്മൾ രണ്ട് ലോബായിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ലോബ്സ്. അപ്പോൾ സുപ്പീരിയർ ലോബിൽ 5 എണ്ണം ആൻഡ് ഇൻഫീരിയർ ലോബിൽ 5 എണ്ണം. അങ്ങനെ മൊത്തത്തിൽ റൈറ്റ് ലങ്ങിൽ 10 സെഗ്മെൻ്റ് ഉണ്ട്, ലെഫ്റ്റ് ലങ്ങിലും 10 സെഗ്മെൻ്റ് ഉണ്ട്. സോ ലെഫ്റ്റ് ലങ്ങിലെ 2 ലോബിനെയും വീണ്ടും 5ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അടുത്ത ലെഫ്റ്റ് ലങ്ങിൽ അതാണ് നമ്പറിങ് ഓർത്ത് വെച്ച് 2 നമ്പറിങ് സെയിം ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എപ്പിക്കൽ, പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, സുപ്പീരിയർ ലിംഗുലാർ ആൻഡ് ഇൻഫീരിയർ ലിംഗുലാർ. ഓക്കെ, ഇൻഫീരിയർ ലോബിലുള്ളത് സുപ്പീരിയർ ഉണ്ട്, മീഡിയൽ ഉണ്ട്, ആൻറ്റീരിയർ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, പോസ്റ്റീരിയർ. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ലെഫ്റ്റ് ലങ്ങിൽ എപ്പിക്കൽ, പോസ്റ്റീരിയർ, ആൻറ്റീരിയർ, സുപ്പീരിയർ ലിംഗുലാർ ആൻഡ് ഇൻഫീരിയർ ലിംഗുലാർ. ഇൻഫീരിയറിൽ സുപ്പീരിയർ ഉണ്ട്, മീഡിയൽ, ലാറ്ററൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഓക്കെ, ഇനി റൈറ്റ് ലങ്ങിൽ നോക്കുമ്പോൾ നമ്മൾ 3 ലോബായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ. സോ ഇൻഫീരിയറിൽ ഇവിടെയും 5 എണ്ണമാണ്, സുപ്പീരിയറിൽ 3 എണ്ണേ ഉള്ളൂ, ബാക്കി 2 എണ്ണം മിഡിലിൽ കൊടുത്തേക്കുക. സോ സുപ്പീരിയറിലുള്ളത് എപ്പിക്കൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. മിഡിലുള്ളത് ലാറ്ററൽ, മീഡിയൽ. ഇൻഫീരിയറിലുള്ളത് സുപ്പീരിയർ, മീഡിയൽ, ആൻറ്റീരിയർ, ലാറ്ററൽ, പോസ്റ്റീരിയർ. അതായത് റൈറ്റ് ലങ്ങിൻ്റെ ഇൻഫീരിയർ ലോബും ലെഫ്റ്റ് ലങ്ങിൻ്റെ ഇൻഫീരിയർ ലോബിലും ഉള്ളത് സെയിം സെഗ്മെൻ്റാണ്. റൈറ്റ് ലങ്ങിൻ്റെ സുപ്പീരിയറുള്ള 3 എണ്ണവും ലെഫ്റ്റ് ലങ്ങിൻ്റെ സുപ്പീരിയറുള്ള 3 എണ്ണവും സെയിം തന്നെയാണ്. ഡിഫറൻസ് വരുന്നത് ആ മിഡിൽ ലോബിൽ വരുമ്പോൾ അവിടെ ലാറ്ററൽ ആൻഡ് മീഡിയലും, ലെഫ്റ്റിൽ വരുമ്പോൾ സുപ്പീരിയർ ലിംഗുലാറും ഇൻഫീരിയർ ലിംഗുലാറും ആകുന്നേ ഉള്ളൂ. സെഗ്മെൻറ്റ്സ് പഠിച്ചു വെച്ചേക്കുക. ഈ സെഗ്മെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഇറ്റ് ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ദി ലോബ് ഓഫ് ദി ലങ്. ലങ്സിനെ ലോബായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ലോബിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്ന സബ് ഡിവിഷനാണ് broncho pulmonary segment. It is pyramidal in shape with the apex directed towards the hilum and the base towards the surface of the lung. It is surrounded by connective tissue. It is aerated by the segmental bronchus and each segment has its own artery and a segmental branch of the pulmonary artery and each segment has its own lymphatic drainage and autonomic supply. ഓരോ ഈ സെഗ്മെൻറ്റിൻ്റെയും its own artery, its own lymphatic drainage, autonomic supply ഉണ്ട്. പക്ഷേ വീനസ് ഡ്രെയിനേജ് ഡിഫറെൻ്റ് ആണ്. സോ ഇത്രയാണ് ഉള്ളത്. ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ് വരയ്ക്കാനും ഈ ടേബിളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വീനസ് ഡ്രെയിനേജും ആർട്ടീരിയൽ സപ്ലൈയും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എളുപ്പമാണ്. അതുപോലെ ഈ ബ്രോങ്കിയൽ ട്രീ വരയ്ക്കാൻ പഠിച്ചിരിക്കുക. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ, ആംഗിളിൻ്റെ വ്യത്യാസം വരുന്നത് ഓർത്തിരിക്കുക. പിന്നെ ഇതും വരയ്ക്കാൻ പഠിക്കണം. ഏത് അറേഞ്ച്മെൻറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് അറ്റ് ദ ഹൈലം അല്ലെങ്കിൽ റൂട്ട് ഓഫ് ദി 2 ലങ്സ്, അത് വരയ്ക്കാനും പഠിക്കണം, എഴുതാനും പഠിക്കണം. 2 ന്യൂമോണിക്കാണ് നമ്മൾ മൊത്തത്തിൽ 3 ന്യൂമോണിക്ക് പഠിച്ചു. ഫ്രം ബിഫോർ ബാക്ക്വേർഡിൽ വാബ്, വെയിൻ, ആർട്ടറി, ബ്രോങ്കസ് ആൻഡ് എബോവ് ഡൗൺവേർഡിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബ്രാഹ്മിൻസ് ആർ വെജിറ്റേറിയൻസ്. ലെഫ്റ്റിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻ ആണ് ആർ ബ്രാഹ്മിൻസ് വെജിറ്റേറിയൻസ്. പിന്നെ 2 സൈഡിലും
ഉള്ള മീഡിയസ്റ്റിനൽ സർഫസ് വരയ്ക്കാൻ പഠിക്കുക. സോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.